സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും അഭിഷേകപ്രിയനായ മുരുക ഭഗവാന് സമർപ്പിക്കുന്ന വിവിധ തരം അഭിഷേകങ്ങളും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. സുബ്രഹ്മണ്യ ആരാധനയ്ക്ക് 6 ദിവസങ്ങൾ അത്യുത്തമമാണെന്ന് ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ മാസത്തിലെയും വെളുത്തപക്ഷത്തിലെ ഷഷ്ടിയാണ് പരമപ്രധാനം. അത് കഴിഞ്ഞാൽ കാർത്തിക, വിശാഖം, പൂയം എന്നീ നക്ഷത്രങ്ങളും വെള്ളി, ചൊവ്വ ദിനങ്ങളുമാണ് സുബ്രഹ്മണ്യ സ്വാമി ആരാധനയ്ക്ക് ഉത്തമമായ ദിവസങ്ങൾ. ദാമ്പത്യത്തിലെ താളപ്പിഴകളും അകൽച്ചകളും പരിഹരിക്കുന്നതിന് മുരുകനെ പ്രാർത്ഥിച്ചാൽ മതി. സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവരും ശത്രുക്കളെ കൊണ്ട് പൊറുതിമുട്ടിയവരും സുബ്രഹ്മണ്യനെ അഭയം പ്രാപിക്കുന്നത് ഉത്തമമാണ്. ഇഷ്ടകാര്യ സിദ്ധിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ആവശ്യത്തിനും ഓരോ ദിവസം പ്രധാനമാണ്. അതായത് സന്താനഭാഗ്യം, ദാമ്പത്യക്ഷേമം, ശത്രുനാശം മുതലായവ സാധിക്കുന്നതിന് വെള്ളിയാഴ്ചയും, രോഗശാന്തി, ചൊവ്വാദോഷമുക്തി, വിവാഹ തടസ്സം മോചനം എന്നിവയ്ക്ക് ചൊവ്വാഴ്ചയും സുബ്രഹ്മണ്യനെ ആരാധിക്കാവുന്നതാണ്. മുരുക ഭഗവാൻ ക്ഷേത്ര പ്രദക്ഷിണ വേളയിൽ ഇനി പറയുന്ന ഭഗവാന്റെ 6 മന്ത്രങ്ങൾ കഴിയുന്നത്ര തവണ ജപിക്കണം. ഓം ശരവണഭവായ നമ, ഓം വജൽഭുവേ നമ, ഓം സ്കന്ധായ നമ, ഓം മുരുകായ നമ, ഓം സുബ്രഹ്മണ്യായ നമ, ഓം ഷൺമുഖായ നമ. അഭിഷേകപ്രിയനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ. അഭിഷേകം നടത്തുന്നത് പാൽ, പനിനീര്, എണ്ണ, തൈര്, പഞ്ചാമൃതം, ഇളനീർ, ഭസ്മം എന്നിവ കൊണ്ടെല്ലാം ഭഗവാൻ അഭിഷേകം നടത്താറുണ്ട്. ഓരോന്നും അഭിഷേകം ചെയ്യുമ്പോൾ ഓരോ ഫലങ്ങളാണ് പറയുന്നത്. പഴം, കൽക്കണ്ടം, നെയ്യ്, ശർക്കര, മുന്തിരി എന്നിവ ചേർത്ത് ഒരുക്കുന്ന വിശിഷ്ടമായ പഞ്ചാമൃതമാണ് പ്രിയങ്കരമായ നിവേദ്യം. ഈ 5 വസ്തുക്കൾ പഞ്ചഭൂത തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ആഗ്രഹ സാഫല്യമാണ് പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതിൻ്റെ ഫലം പറയുന്നത്. പനിനീര് കൊണ്ട് അഭിഷേകം നടത്തിയാൽ മനസ്സുഖമാണ്. പാൽ, നെയ്യ്, ഇളനീർ എന്നിവ കൊണ്ട് അഭിഷേകം നടത്തിയാൽ ശരീരസുഖമാണ്, രോഗങ്ങളെല്ലാം മാറുന്നതിന് നല്ലതാണ്. എണ്ണ കൊണ്ട് അഭിഷേകം നടത്തിയാൽ രോഗനാശം, ഭസ്മം കൊണ്ട് അഭിഷേകം നടത്തിയാൽ പാപനാശം, തൈര് കൊണ്ട് അഭിഷേകം നടത്തിയാൽ സന്താന ലാഭമാണ് ഫലം പറയുന്നത്. കൂടാതെ ചന്ദനാഭിഷേകം നടത്തുന്നത് ധനസമൃദ്ധിക്കായാണ്. മഞ്ഞളാഭിഷേകം നടത്തുന്നത് തിന്മകൾ അകറ്റാനാണ്. വാസനദ്രവ്യാഭിഷേകം ആയുസ്സിന് വേണ്ടിയിട്ടാണ്. എള്ളെണ്ണ കൊണ്ട് അഭിഷേകം നടത്തുന്നത് ജീവിത സൗഖ്യത്തിനും, ജലാഭിഷേകം നടത്തുന്നത് മനഃശാന്തിക്ക് വേണ്ടിയും, ശർക്കരാഭിഷേകം നടത്തുന്നത് ശത്രു വിജയത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ്. അപ്പം മുരുക ഭഗവാനെ ആരാധിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും അഭിഷേകപ്രിയനായ മുരുകന് നടത്തുന്ന വിവിധ തരം അഭിഷേകങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നത്. ഏവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഏവർക്കും ശുഭദിനം നേരുന്നു.